നമ്മുടെ കൊച്ചു കേരളം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അടിച്ച് മുമ്പോട്ട് മാർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-70 വർഷമായി. ഇതുവരെ വലിയ തിരക്കേടില്ലാതെ മുമ്പോട്ട് പോകുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പ്രാവശ്യം ലെഫ്റ്റായിപ്പോയി. അല്ലാതെ ഇതുവരെ ലെഫ്റ്റ് ആയിരുന്നു. ഏതായാലും ഇങ്ങനെ മാറി മാറി ചവിട്ടുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. തുടർഭരണം ഒരു സംസ്ഥാനത്തിനും നല്ലതായിരുന്നില്ല. ഉദാഹരണത്തിന് ബംഗാളിൽ കുറേ നീണ്ട കാലം കോൺഗ്രസ് ഭരിച്ചു. അത് കഴിഞ്ഞിട്ടൊരു 35 വർഷക്കാലം CPM ഭരിച്ചു. അവസാനം CPM ഇല്ലാതായി, കോൺഗ്രസും ഇല്ലാതായിപ്പോയി. പിന്നെ അവിടെ തൃണമൂൽ വന്നെങ്കിലും ഒരു ശല്യപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷമാണ് അവിടെ പിന്നീട് ഉണ്ടായത്. അത് ആ സംസ്ഥാനത്തിന് ദോഷവുമാണ്. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇടയിലെ എല്ലാ അഭിപ്രായ ഭിന്നതകളും തൊഴുത്തിൽ കുത്തും എല്ലാം മാറ്റിവെച്ചിട്ട് അടുത്ത പ്രാവശ്യം ഭരണം പിടിക്കാൻ ശ്രമിക്കുക. CPM ഒരു പ്രാവശ്യം കൂടെ തുടർന്ന് ഭരിച്ചാൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കത്തില്ല, അത് CPMനും നല്ലതായിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു പാർട്ടി തുടർന്ന് ഭരണം നടത്തിയാൽ ആ പാർട്ടി കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് കോൺഗ്രസും CPMും നശിക്കാതിരിക്കാൻ, തുടർ ഭരണം ഉണ്ടാകാതിരിക്കാൻ രണ്ടുപേരും നോക്കുക. 5 വർഷം കോൺഗ്രസ് ഭരിക്കട്ടെ, അത് കഴിഞ്ഞ് CPM ഭരിക്കട്ടെ, ഇങ്ങനെ മാറി മാറി ഭരിക്കുക. എന്തായാലും കേരളത്തിൽ പഞ്ഞവും ദാരിദ്ര്യവും ഒന്നും ഇല്ലല്ലോ. സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് 1956 മുതൽ സാധിക്കുന്നുണ്ടല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഹീനകൃത്യങ്ങളൊന്നും കേരളത്തിലില്ല. സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യ സമൃദ്ധിയോടൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എല്ലാം രാജകീയമാണ്, മേത്രമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് തന്നെ നമുക്ക് അഭിമാനിക്കാം. ഇതിനിടയ്ക്ക് ഈ രണ്ടുപേരും തുടർ ഭരണത്തിൽ കൂടെ നശിച്ചു പോയാൽ അത് പ്രയോജനം ചെയ്യുന്നത് ഇവിടുത്തെ കാവിപ്പടയാണ്. ഈ കാവിപ്പട നല്ലതാണെന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ കുറച്ച് നാളൊക്കെ തെറ്റിദ്ധരിച്ചു പോയി, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കക്കാർ. അങ്ങനെ അവർ സുരേഷ് ഗോപി എന്ന ഒരു മൂവി ആക്ടറെ അവരുടെ MP ആയിട്ട് പ്രതിഷ്ഠിച്ചു. തൃശ്ശൂർകാർക്ക് എന്താണ് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. 2 കന്യാസ്ത്രീകൾ ഏകദേശം ഒരാഴ്ചയായിട്ട് ഛത്തീസ്ഗഡ് ജയിലിലാണ്. ഈ MP ഇതുവരെ വാ തുറക്കത്തുമില്ല. അപ്പോൾ എന്താണ് BJP പ്രതിനിധികളെ കൊണ്ട് ക്രിസ്ത്യാനികൾക്ക്, കേരളത്തിലുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുമായിട്ട് കൈകോർക്കാൻ BJP ശ്രമിക്കുമ്പോൾ തന്നെ ഈ മഹാരാഷ്ട്രയിലെ ഗോപിചന്ദ് പദൽക്കർ എന്ന് പറയുന്ന ഒരു MLA ഒരു വലിയ വാഗ്ദാനവുമായിട്ട് മുമ്പോട്ട് വരികയാണ്. ഏതെങ്കിലും ഒരു ക്രൈസ്തവ പുരോഹിതനെ കൊല്ലുന്നവർക്ക് 11 ലക്ഷം രൂപ പാരിതോഷികം. ആരെങ്കിലും പൈസയ്ക്ക് ആവശ്യമുള്ളവർ അത് ചെയ്തു കാണുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് മഹാരാഷ്ട്ര സർക്കാർ മഹാരാഷ്ട്രയിലെ വിവിധ ദേവാലയങ്ങളെ പൊളിക്കാനുള്ള വട്ടം കൂട്ടുന്നു. ഇപ്പോൾ ഇതാ കന്യാസ്ത്രീകൾ അകത്ത് കിടക്കുന്നു. ഇനി ആരൊക്കെ അകത്ത് പോകാൻ പോകുന്നു ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും നല്ലൊരു സൂചനയാണ്. BJP എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്ക് വരുന്നതെന്ന് ഇതിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവും. എന്തായാലും കുറച്ച് പേർക്കൊക്കെ ബോധോദയം ഉണ്ടായി തുടങ്ങി. റബ്ബറിന് വില കൂട്ടിയാൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ തിരിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ,
നമുക്ക് ലെഫ്റ്റായിട്ട് താളപ്പിഴകളൊക്കെ ഉണ്ടെങ്കിലും മുമ്പോട്ട് പോകാം. ഒരിക്കലും തുടർ ഭരണത്തിൽ കൂടെ ചുവട് പിഴയ്ക്കാതിരിക്കട്ടെ. അത് ദോഷമേ ചെയ്യൂ. 5 വർഷം കോൺഗ്രസ്, 5 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കട്ടെ. മാറി മാറി നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാം. അത് കേരളത്തിന് വലിയ കേടില്ലാതിരിക്കും. പക്ഷേ ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് വലിയ വലിയ വാഗ്ദാനമൊക്കെ പറഞ്ഞു വരുന്ന സവർണ മേധാവിത്വം വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്ന, ദളിതനെ എന്നും ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്ന, മുസ്ലിമിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാ കാലവും ശത്രുവായിട്ട് കാണണം, അവരെ വകവരുത്തണം എന്ന് പ്രഖ്യാപിക്കുന്ന ഈ കാവിപ്പടയെ കേരളത്തിൽ നമുക്ക് വേണ്ട എന്ന് തന്നെ നമുക്ക് പ്രഖ്യാപിക്കാം. ലെഫ്റ്റായിട്ട് നമുക്ക് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ മുമ്പോട്ട് പോകാം. കോൺഗ്രസ്സുകാർ ഉത്സാഹിച്ച് അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരാൻ ശ്രമിക്കുക. ഇനി അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ ഭരിക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അവർക്ക് സഹായം കൊടുക്കുക. ഇങ്ങനെ പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ പോകുന്നതാണ് കേരളത്തിൻ്റെ സംസ്കാരത്തിനും ഐശ്വര്യത്തിനും ഇവിടുത്തെ പരസ്പര സഹകരണത്തിൽ കൂടെ മുമ്പോട്ട് പോകുന്നതിനും മതസൗഹാർദ്ദത്തിനൊക്കെ നല്ലത് എന്ന് ചിന്തിക്കുന്നു. എല്ലാവരും ഇതേപ്പറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കോൺഗ്രസ്സുകാർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുക.